ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ഞാനും മോളും കൂടെ നടക്കാൻ ഇറങ്ങിയപ്പം അടുത്തുള്ളൊരു വില്ലയിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചേറെ കറിവേപ്പില കിട്ടി. അപ്പോൾ അതൊന്ന് ഊരി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലൊക്കെ നമുക്ക് കറിവേപ്പില കിട്ടുമ്പോൾ അതെങ്ങനെ നമുക്ക് സൂക്ഷിക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് സൂക്ഷിക്കാറുണ്ട് ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകണം. ഇപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഇത് കഴുകുമ്പോൾ കാണിച്ചു തരാം. നന്നായിട്ട് പൊടിയുണ്ട്. നല്ലപോലെ ഒന്ന് ഒലച്ച് കഴുകി എടുക്കണം. നന്നായിട്ട് ഒലച്ച് കഴുകി വരുന്നത് ഒരു കണ്ണം പാത്രത്തിലേക്കാണ്. അതാകുമ്പം വെള്ളം നന്നായിട്ടങ്ങ് പോയിക്കോളും. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, കറുത്ത് ഉള്ള വെള്ളമാണ് അതിനകത്ത് വരുന്നത്. കണ്ടോ, വാരി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തിലെ അഴുക്ക് കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി തന്നെ എടുക്കണം. രണ്ടാമത് വീണ്ടും ആ ചരുവത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും കഴുകിയെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പ് കാണാൻ പറ്റും. ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്ലേ. രണ്ടാമത് കഴുകിയപ്പോഴത്തേക്ക് ഒരുവിധം തെളിഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെയും കഴുകണം. ഇനി ഞാനത് കണ്ണം പാത്രത്തിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒലച്ച് കഴുകി അങ്ങ് എടുക്കുകയാണ്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിൽ കുറേ വെള്ളം അങ്ങ് ഊറിപ്പോയിക്കോളും. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ആയിട്ട് പ്ലേറ്റിൽ നിരത്തി കൊടുത്തിട്ട് ഓവനകത്തിലേക്ക് വയ്ക്കാം. ഇത് ഒരുപാടങ്ങ് കട്ടിയായിട്ട് വെക്കരുത്, കുന്നുപോലെ കുറച്ച് മാത്രം ഇട്ട് നിരത്തി വെക്കുക. ഇത് നമുക്ക് ഓവനകത്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഓവനകത്ത് വെക്കുകയാണ്. ഓവൻ്റെ അനുസരിച്ചിട്ട് അതിന് വ്യത്യാസം വരും. ഇതിനല്ലെങ്കിൽ ഇച്ചിരി ടൈം കൂടുതൽ വേണം. ചില ഓവനകത്തിലൊക്കെ 1 മിനിറ്റൊക്കെ മതിയാവും. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി, അപ്പോൾ ഇച്ചിരി വെള്ളമയമുണ്ട്. ഞാൻ വീണ്ടും അതൊന്നുകൂടെ വെച്ചു. ഇപ്പോഴത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴത് വെള്ളം മുഴുവൻ വലിഞ്ഞ് ഇരിപ്പുണ്ട്. ഇപ്പോഴത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് വരും. ഇപ്പം ഇത് കണ്ടോ, ഇപ്പം ഞാൻ പൊടിച്ച് കാണിക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് വന്ന് കണ്ടോ, ഈ രീതിയിൽ നമുക്കിതിനകത്ത് കിട്ടും. ഇത് നമുക്ക് പൊടിച്ചോ പൊടിക്കാതെയോ നമുക്കിത് കണ്ടെയ്നറിനകത്തിട്ട് സൂക്ഷിക്കാം. ഇത് വാരിയിടുമ്പോൾ കിലുകിലാന്ന് ശബ്ദം കേൾക്കാം. നന്നായിട്ട് കഴുകി ഉണക്കിയ ഒരു കണ്ടെയ്നറിനകത്തിലേക്ക് നമുക്കിത് വാരിയിട്ട് വെക്കാം. ഇങ്ങനെ വേണമെങ്കിലോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ നമുക്ക് സൂക്ഷിക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ വെക്കുകയാണ്. പകുതിയെ ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ അല്ലാതെ വെള്ളം കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കറികൾക്കകത്തിടാനോ അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടിച്ച് ചേർക്കാനോ ഒക്കെ നല്ലതാണ്. കറിവേപ്പിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ഗുണങ്ങളാണ് കറിവേപ്പിലയ്ക്ക്. പ്രഷർ കുറയ്ക്കാനും കണ്ണിനും അതുപോലെ മുടിക്കും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന നമ്മുടെ കറിവേപ്പില റെഡിയാക്കി വെച്ചു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.